പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ജോഷുവയോട് ദൈവം പറഞ്ഞു, ജോഷുവയെ നീ ഒരിക്കലും ആരുടെ മുമ്പിലും തോൽക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ആയുഷ്കാലത്തൊരിക്കലും നിന്നെ ആർക്കും തോൽപ്പിക്കാൻ പറ്റിയല്ല. പക്ഷേ ജോഷുവ തോറ്റു, ഇസ്രായേൽ ജനം തോറ്റു. അതിൻ്റെ മുമ്പിൽ, ആ തോൽവിക്ക് മുമ്പിൽ ജോഷുവ സർവശക്തനായ ദൈവത്തിന്റെ മുമ്പിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു, ദൈവമേ ഇതെന്താ ഇങ്ങനെ, ഇതെന്താ ഇങ്ങനെ. ആ ജോഷുവ ഇന്ന് ഇവിടെ ഈ ശുശ്രൂഷ സമയത്ത് എന്നോടും നിന്നോടും ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുവാണ്. ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം 5-ാം തിരുവചനം. ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം 5-ാം തിരുവചനം. ഒരു കുഞ്ഞു വചനം, പക്ഷേ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട വചനം. ബുക്ക് ഓഫ് ജോഷുവ ചാപ്റ്റർ 3 വേഴ്സ് 5. ഏതാ വചനം? ജോഷുവ ജനത്തോട് പറഞ്ഞു, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ആമേൻ. ജോഷുവ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞ കാര്യം ഇവിടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എന്നോടും നിന്നോടും പറയുകയാണ്. എന്താ പറഞ്ഞെന്നറിയോ? ഒരു കുഞ്ഞു കാര്യം, ആ കുഞ്ഞു കാര്യത്തിൽ 2 ആത്മീയ മേഖല ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ചാൽ നമുക്കതൊന്ന് ഏറ്റു പറയാം. ജോഷുവ പറഞ്ഞു, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. എന്താണ് ജോഷുവ പറഞ്ഞത്? 2 കാര്യങ്ങൾ. നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഒന്ന് പറഞ്ഞേ. നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞു കൊടുത്തേ ആ വചനം. വചനമല്ല, ഒന്ന് പറഞ്ഞു കൊടുത്തേ. നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഈ നാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ശനിയാഴ്ച, നാളെ ഞായറാഴ്ച എന്നല്ല, മറിച്ച് എപ്പോഴാണോ നീ നിന്നെ തന്നെ ശുദ്ധീകരിക്കുന്നത്, ദ നെക്സ്റ്റ് മൊമെന്റ്, തൊട്ടടുത്ത നിമിഷം നിന്നിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഹല്ലേലൂയ. എപ്പോഴാണോ നീ നിന്നെ തന്നെ ശുദ്ധീകരിക്കുന്നത്, അപ്പോൾ ദ നെക്സ്റ്റ് മൊമെന്റിൽ ദൈവം നിന്നിൽ പ്രവർത്തിക്കുന്നു. 2 കാര്യങ്ങളാണ് ദൈവം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒന്ന്, നീ നിന്നെ തന്നെ ശുദ്ധീകരിക്കണം. 2ാമത്തെ കാര്യം അത്ഭുതം. ഈ ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്തണം. അതാണ് ശുദ്ധീകരണം. ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? പറഞ്ഞേ. സ്വഭാവത്തിൽ മാറ്റം. 2ാമത്തെ കാര്യം എന്താ? അത്ഭുതം. 1ാമത്തെ കാര്യം സ്വഭാവത്തിൽ മാറ്റം അഥവാ ശുദ്ധീകരണം. 2ാമത്തെ കാര്യം, 1ാമത്തെ കാര്യം, 2ാമത്തെ കാര്യം, 1ാമത്തെ കാര്യം, 2ാമത്തെ കാര്യം. ഈ 2ൽ നമുക്ക് ഏതാ ഇഷ്ടം? ഏതാ ഇഷ്ടം? 2ൽ ഏതാ ഇഷ്ടം? അത്ഭുതം. ചുമ്മാ പുണ്യം പറയല്ല ചേച്ചി, എനിക്കറിയാം ചേച്ചി. കഴിഞ്ഞ ദിവസം കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത ചേച്ചിയാ. ഇങ്ങോട്ട് നോക്കിക്കേ. അത്ഭുതം. എൻ്റെ ദൈവമേ, അതെവിടെ കിട്ടും? അതെവിടെ കിട്ടും ദൈവമേ? അല്ലേ, അതിന് ഞങ്ങൾ അട്ടപ്പാടി പോകണോ, അണക്കരയ്ക്ക് പോകണോ, അതോ തിരുവനന്തപുരത്ത് ഡാനിയേലച്ചൻ്റെ അടുക്കെ പോകണോ, അതോ പോട്ടാശ്രമത്തിൽ വന്നോ ഉടമ്പടി എടുക്കണോ, അതോ ഞങ്ങൾ ഇവിടെ തന്നെ ജോൺ കണിച്ചേരി അച്ഛൻ്റെ മുമ്പിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കണോ? എന്നാ ചെയ്യേണ്ടത്? ഞങ്ങൾക്ക് അത്ഭുതം കിട്ടണം. അത്ഭുതം കിട്ടണം, അല്ലേ? അത് ചുരം കയറാം, അവിടുത്തെ യൂദാസ്ലീഹായാവാം, താഴത്തെ യൂദാസ്ലീഹാവാം, അങ്കമാലി യൂദാസ്ലീഹായാവാം, അന്തോനിസ് പുണ്യവാളാകെ എവിടെ പോകാം? അയ്യോ, അത്ഭുതം കിട്ടണം, അത്ഭുതം ഉണ്ടാവണം. കല്യാണം നടക്കണം, അത് നടക്കണം, ഇത് നടക്കണം, ജർമ്മനിക്ക് പോകണം. അയ്യോ, ബൈബിൾ എന്താ പറയണമെന്നറിയോ? ബൈബിള് പറയണത് 1ാമത്തെ കാര്യം നടന്നെങ്കിലേ 2ാമത്തെ കാര്യം നടക്കൂ. 1ാമത്തെ കാര്യം എന്തുവാ? ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ മാറ്റം, സ്വഭാവത്തിൽ മാറ്റം. അതുണ്ടെങ്കിലേ അടുത്ത കാര്യം ഉള്ളെന്ന്. ചേടാ, ഇതെന്നാ പരിപാടിയാ? 1ാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വന്നാൽ ഓട്ടോമാറ്റിക്കലി 2ാമത്തെ കാര്യം നടന്നോളും. ആമേൻ. പിടികിട്ടിയോ? 1ാമത്തെ കാര്യത്തിന് മാറ്റമുണ്ടെങ്കിലേ 2ാമത്തെ കാര്യത്തിന് എന്തെങ്കിലും നീക്കുപോക്കുണ്ടാവുള്ളൂ.
ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന അനേകര് ശ്രദ്ധിച്ചോളൂ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടുന്നില്ല എന്നുള്ളൊരു ചോദ്യത്തിന് വ്യക്തമായൊരു ഉത്തരമാണ് വചനം പഠിപ്പിക്കുന്നത്. ആദ്യം നിന്നിലൊരു മാറ്റം വേണ്ടേ, നിന്റെ സ്വഭാവ രീതികളിൽ ഒരു മാറ്റം വേണ്ടേ? അങ്ങനെ ഉണ്ടെങ്കിലേ നമുക്ക് ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവൂ. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മുടെ ഈ ജീവിതത്തിൽ ഈ മാറ്റത്തിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ കുമ്പസാരിക്കുന്നത്, അല്ലേ? കുമ്പസാരിക്കുന്നവര് അല്ലേ? കുമ്പസാരം ജീവിതത്തിലെ മാറ്റമല്ലേ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊക്കെ ആദ്യമായിട്ടാണോ കുമ്പസാരിക്കുന്നത്? അല്ല. കുമ്പസാരിച്ച് തഴക്കവും പഴക്കവും ഉള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത്, അല്ലേ? വേണമെങ്കിൽ മാർപ്പാപ്പനെ വരെ കുമ്പസാരിപ്പിക്കാം, അത്രയും തഴക്കവും പഴക്കവും നമുക്കുണ്ട്. എന്നാ കുമ്പസാര? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കുമ്പസാരിക്കുന്നു, എന്തെങ്കിലും മാറ്റം ഉണ്ടോ? മാറ്റോ? നാളെ ഞാൻ ഒരുത്തനോട് ചോദിച്ചു ഇതുപോലെ, എടാ കുമ്പസാരിക്കുന്നൊക്കെ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഒത്തിരി മാറ്റമുണ്ട്, ഞങ്ങളുടെ വികാരിച്ചന്മാരെല്ലാവരും മാറിപ്പോയി. ആ മാറ്റമല്ല ഞാൻ ചോദിച്ചത്, നമ്മുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോന്ന്, അല്ലേ? നിങ്ങൾ ചിന്തിച്ചേ, എത്ര നാളായി കുമ്പസാരിക്കാൻ തുടങ്ങിയിട്ട്? അതിങ്ങനെ ചിന്തിച്ചാൽ അച്ഛാ ഒത്തിരി വർഷമായി. നിങ്ങൾ ആദ്യമായിട്ട് കുമ്പസാരിച്ചത് ആദ്യ കുർബാന സ്വീകരണം, ഞങ്ങളുടെ അവിടെ അങ്ങനെയൊക്കെ തന്നെയാണ്, ഇവിടെ അങ്ങനെയാ അല്ലേ? എന്നായിരുന്നു? എത്ര വയസ്സുള്ളപ്പോഴാ? 50ാമത്തെ വയസ്സ്. 9 വയസ്സ്. എത്രാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാ? 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യ കുർബാന സ്വീകരിച്ചവർ കൈപൊക്കിക്കേ. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യ കുർബാന സ്വീകരിച്ചവർ കൈപൊക്കൂ. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യ കുർബാന സ്വീകരിച്ചവർ, ചിലർക്ക് എന്താണെന്ന് ഒരു പിടുത്തം ഇല്ലാതെ ഇരിപ്പുണ്ട്. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യ കുർബാന സ്വീകരിച്ചവർ, 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യ കുർബാന സ്വീകരിച്ചവർ, 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യ കുർബാന സ്വീകരിച്ചവർ ഉണ്ടാ. 3ാം ക്ലാസ്. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യ കുർബാന സ്വീകരിച്ചവർ, അത് ശരി 2ാം ക്ലാസ്. 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യ കുർബാന സ്വീകരിച്ചവർ, അതും ഉണ്ടോ? ദൈവമേ, അത് കൊള്ളാമല്ലോ. 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആകപ്പാട് അതേ പോയിട്ടുള്ളല്ലേ? അത് ശരി. ഇപ്പൊ ഈ 4ാം ക്ലാസ് എന്ന് പറയുമ്പോൾ എത്ര വയസ്സാ? 9 വയസ്സ്. 9-10 വയസ്സെന്ന് വിചാരിച്ചോ. നമുക്ക് ഈ 10 വയസ്സുള്ളപ്പോൾ വല്ല ബുദ്ധിയും ബോധം ഉണ്ടോ? ചേച്ചിയുടെ നോട്ടം കണ്ട ഇപ്പം ഇല്ല, പിന്നെയാണ് 9 വയസ്സല്ലേ? അന്നേ ഇല്ല, പിന്നെ ഇപ്പോഴേ ഇതന്നെ അല്ലേ? 7ാം വയസ്സിൽ സ്വീകരിച്ചു. അപ്പം ഈ 7ാം വയസ്സിലും 9ാം വയസ്സിലും 10ാം വയസ്സിലും നമുക്ക് വലിയ ബുദ്ധിയും ബോധമൊന്നും ഇല്ലല്ലോ. അന്ന് നമ്മളെ ആരാ പഠിപ്പിച്ചത്? നിങ്ങളെയൊക്കെ ആരാ പഠിപ്പിക്കുന്നത്? ഞങ്ങളെയൊക്കെ സിസ്റ്റേഴ്സാണ് പഠിപ്പിച്ചത്. ആദ്യ കുർബാന സ്വീകരണം. നിങ്ങളെയൊക്കെയോ? സിസ്റ്റേഴ്സ് നമ്മളെ പഠിപ്പിച്ചു. 10 കൽപ്പനകൾ പഠിക്കൂ, എഴുതി പഠിപ്പിച്ചു, അല്ലേ? 10 കൽപ്പനകൾ, തിരുസഭയുടെ കൽപ്പനകൾ, അല്ലേ? കുമ്പസാരത്തിനുള്ള ജപം, നമ്മളതെല്ലാം പഠിച്ചു. എന്നിട്ട് കുമ്പസാരിക്കാനുള്ള സമയമായപ്പോഴത്തേക്ക് ആ സിസ്റ്റർ കുറച്ച് പാപങ്ങൾ എഴുതി തന്നു. നമുക്ക് ബുദ്ധിയും ബോധം ഇല്ലല്ലോ, അപ്പം അതുകൊണ്ട് ബുദ്ധിയും ബോധമുള്ള സിസ്റ്റർ കുറച്ച് പാപങ്ങൾ എഴുതി തന്നു, നമ്മളത് കുമ്പസാരിച്ചു. ചിലർ അന്നത്തെ അതേ പാപം തന്നെയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലേ? വർഷം എത്ര കഴിഞ്ഞു, അല്ലേ? 10 വയസ്സിൽ തുടങ്ങിയ അഭ്യാസ. ആ പാപങ്ങളുടെ അതേ ലിസ്റ്റ് തന്നെയാണ് ചിലർ ഇപ്പോഴും. ഇത്രയും പ്രായമായി ഇപ്പോഴും അങ്ങനെയല്ലേ? ചിലരെ കണ്ടിട്ടില്ലേ? ചിലർ പാപങ്ങളൊക്കെ പറയുന്ന രീതികൾ അത് അന്ന് പഠിച്ചതാ, അല്ലേ? നിങ്ങൾ ചിന്തിച്ചേ, അന്ന് പഠിച്ചപ്പോൾ ആ പാവങ്ങൾ നമുക്ക് ബുദ്ധിയും ബോധവും ഇല്ല. അപ്പൊ എഴുതി തന്ന സിസ്റ്ററാണ്. അയ്യോ, ആ പാവങ്ങൾ അതാരുടെ പാവങ്ങളാ? സിസ്റ്ററിന്റെ പാവങ്ങൾ. ദൈവമേ, സിസ്റ്ററിന് അറിയാവുന്ന കുറച്ച് പാവങ്ങൾ സിസ്റ്റർ എഴുതി തന്നു, അല്ലേ? ദൈവമേ, ഇപ്പോഴും 60-70 വയസ്സ്, ഇപ്പോഴും ആ പാവം സിസ്റ്ററിന്റെ പാവമാണ് നമ്മൾ കുമ്പസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ചിലരുടെ അവസ്ഥ അങ്ങനെയാണ്. ഒരു പിടുത്തവും കിട്ടിയിട്ടില്ല, അന്ന് പഠിച്ചതാണ്. ചിലരെന്താ പറയുന്നത്? നാളൊരു അമ്മാമ്മയുടെ കഥ കേട്ടതാണ് 85 വയസ്സ് കഥയാണ്. നല്ല ഓർമ്മശക്തി കൊണ്ട് നന്നായിട്ട് സംസാരിക്കും. 85 വയസ്സുണ്ട്. അപ്പോൾ അമ്മാമ്മ കുമ്പസാരിക്കുവാണ്, നോണ പറഞ്ഞിട്ടുണ്ട്, കട്ടെടുത്തിട്ടുണ്ട്, മാതാപിതാക്കളെ ബഹുമാനിക്കുന്നില്ല. വയസ്സ് 85. ഏത് മാതാപിതാക്കൾ? സ്വർഗവും കടന്ന് അപ്പുറത്ത് പോയി, അല്ലേ? അത് അന്ന് പഠിച്ച ലിസ്റ്റ് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് എന്താ പറയണമെന്ന് പോലും ഒരു പിടുത്തം ഇല്ല. നാള് ഒരു കൊറോണയ്ക്കൊക്കെ മുമ്പാണ് എനിക്ക് പരിചയമുള്ള ഒരു സുഹൃത്ത് ഒരു അച്ഛൻ്റെ അടുക്കൽ പോയി. ഒരു ഏപ്രിൽ മാസം ഞാൻ അവിടെ അച്ഛനെ കാണാൻ ചെന്ന് വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ ചോദിച്ചു, അച്ഛനൊരു 1 മണിക്കൂർ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് സ്പെൻഡ് ചെയ്യാമോ? ഞാൻ പറഞ്ഞു ചെയ്യാം. എന്താ വേണ്ടേ? നാളെ ഇവിടെ ആദ്യ കുർബാന സ്വീകരണമാണ്. അച്ഛൻ പള്ളിയിലോട്ട് നോക്കി 25 കുട്ടികൾ റെഡി മണിയായിട്ടിരിക്കുകയാണ്.
അച്ഛന് പറ്റുമെങ്കിൽ അവരുടെ ആദ്യത്തെ കുമ്പസാരം ഒന്ന് കേട്ട് അവരെ ആശീർവദിക്കണം. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാം. അങ്ങനെ ഞാൻ പോയിരുന്നു. ചേച്ചി ഇഷ്ടപ്പെട്ടില്ല, പോവാണോ? ഞാൻ പോയിട്ട് വാ, ഇങ്ങോട്ട് നോക്കിയേ. അപ്പോൾ ആദ്യ കുർബാന സ്വീകരണത്തിന് ഒരുങ്ങിയിരിക്കുന്ന 25 കുട്ടികൾ പള്ളിക്കകത്ത് റെഡിയായിട്ടിരിക്കുന്നു. ഞാൻ ഊറാലേക്ക് ഇട്ട് പോയിരുന്നു. ആദിത്യവും വന്നു. പാപിയായ പിതാവേ, എൻ്റെ മേൽ കരുണയായിരിക്കണമേ. ഞാൻ അവനെ ഒന്ന് നോക്കി. ആദ്യമായിട്ട് കുമ്പസാരിക്കാൻ വന്നിരിക്കുന്നതല്ലേ, വിഷമിപ്പിക്കാൻ പാടില്ലല്ലോ. ഞാൻ കൈകാര്യം ചെയ്ത് വിട്ടു. രണ്ടാമത്തവനും വന്നു. പാപിയായ പിതാവേ, എൻ്റെ മേൽ കരുണയായിരിക്കണമേ. ഒരു 5-6 എണ്ണം വന്നു. പാപിയായ പിതാവേ, പാപിയായ പിതാവേ എന്നും പറഞ്ഞു. ഞാൻ 5-6 പേര് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും, ഞാൻ പോയി ഒന്ന് കുമ്പസാരിച്ചിട്ട് വരട്ടെ. കാരണം ഈ പാപിയായ പിതാവേ, പാപിയായ പിതാവേ എന്ന് കേട്ടിട്ട് എനിക്ക് തന്നെ വല്ലാത്ത വിഷമം. എങ്ങനെയാ പറയേണ്ടത്? എങ്ങനെയാ പറയേണ്ടത്? ഇതായത് ഈ പഠിപ്പിച്ചു കൊടുത്ത ടീച്ചർക്ക് കോമ മാറിപ്പോയി. അപ്പം എന്തു പറ്റി? ഇത് 25 എണ്ണങ്ങളും പഠിച്ചു വെച്ചിരിക്കുന്നത് പാപിയായ പിതാവിൻ്റെ മേൽ കരുണയാൻ. പാപിയായ പിതാവേ എന്നല്ല, എങ്ങനെയാ വരേണ്ടത്? പിതാവേ പാപിയായ എന്നിൽ, അങ്ങനെയാ പറയേണ്ടത്. അതിന് പകരം ഇതുങ്ങൾ 25 എണ്ണം പാപിയായ പിതാവ് എൻ്റെ മേൽ കരുണ. എന്താ പറയുന്നത്? എവിടെയാ പറയുന്നത്? ഒരു ബെല്ലും ബ്രേക്കുമില്ല. നമ്മുടെ കുമ്പസാരത്തിൻ്റെ കാര്യം ഈ പറയണത്. അപ്പം ചിലർ ചിന്തിക്കുന്നുണ്ട്, അത് ശരിയാണല്ലോ ദൈവമേ, ഞാനിപ്പോഴും പാപിയായ പിതാവ്. അങ്ങനെയല്ല പറയേണ്ടത്. നമ്മളൊരു കുമ്പസാരത്തിൽ യഥാർത്ഥ കുമ്പസാരമാവുന്നത് മാനസാന്തരമുണ്ടാകുമ്പോഴാണ്. സ്വഭാവത്തിൽ മാറ്റം, ജീവിത ശൈലികളിൽ മാറ്റം, ജീവിത രീതികളിൽ മാറ്റം. ഇല്ലെങ്കിൽ കുമ്പസാരാവുന്നില്ലല്ലോ. നമ്മുടെ ജീവിത അവസ്ഥകളെ ചിന്തിക്കൂ. നമ്മളിങ്ങനെ കടത്ത് കഴിക്കുന്നത് പോലെ കുമ്പസാരിക്കുന്നതിലല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ ഓരോ കുമ്പസാരവും യഥാർത്ഥത്തിൽ മാനസാന്തരം ഉണ്ടാക്കണം. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മുടെ സ്വഭാവങ്ങളിൽ മാനസാന്തരം. അതുകൊണ്ടാണ് മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ ഈശോ ഒരു കാര്യം പറഞ്ഞു. ഒന്ന് വായിച്ചേ. മാർക്ക് 1:15. മർക്കോസ് സുവിശേഷം 1-ാം അധ്യായം 15-ാം തിരുവചനം വായിച്ചാലോ. അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. കണ്ടോ, സമയം പൂർത്തിയായി. എന്തിന് സമയം പൂർത്തിയായി? അനുതപിക്കാൻ സമയം പൂർത്തിയായി. ജീവിതത്തിൽ മാറ്റം വരുത്താൻ സമയം പൂർത്തിയായി. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കാനല്ല, മറിച്ച് എൻ്റെ സ്വഭാവ രീതികളിൽ മാറ്റം വരുത്താൻ എനിക്ക് സമയമായി. ഹല്ലേലൂയാ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, സമയമായി. പേടിപ്പിക്കല്ലേ, സമയമായി. അതിൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചോണ്ട് പറ. നിങ്ങൾ പേടിപ്പിക്കുന്ന പോലെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വിചാരിക്കും എൻ്റെ മരണത്തിനുള്ള സമയം. അതിനല്ല, സമയമായി, മാനസാന്തരപ്പെടാൻ സമയമായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്വഭാവ രീതികൾക്ക് മാറ്റം വരുത്താൻ സമയമായി. ചിന്താ രീതികൾക്ക് മാറ്റം വരുത്താൻ സമയമായി. ഈ മാനസാന്തരം എന്ന് പറയുന്നത് നമ്മൾ വെറുതെ കടത്ത് കഴിക്കുന്ന കുമ്പസാരത്തെക്കുറിച്ചല്ല, അടിസ്ഥാനപരമായി സ്വഭാവത്തിൽ വരേണ്ട മാറ്റം, സ്വഭാവ രീതികളിൽ വരേണ്ട മാറ്റം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ളത് കൊണ്ട്, നിങ്ങളുടെ ഇരിപ്പ് കണ്ടതുകൊണ്ട് ഞാനൊരു ഹീബ്രു ഭാഷയിൽ മാനസാന്തരം എന്നുള്ളതിനുള്ളൊരു വാക്ക് പഠിപ്പിക്കാം. കാരണം നിങ്ങളുടെ ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ നല്ല കൊതി തോന്നുന്ന പോലെ വചനമൊക്കെ പഠിക്കാനിരിക്കുന്ന നല്ല ഗ്രൂപ്പാണ്. നിങ്ങൾ നല്ല മനുഷ്യരാണ്. നിങ്ങൾ ഒരു വിശ്വാസക്കുറവുണ്ടല്ലേ? നിങ്ങൾ നല്ല മനുഷ്യരാണ്. പറഞ്ഞേ. വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. എന്നിട്ട് തോളത്ത് തട്ടിക്കൊണ്ട് പറഞ്ഞേ, കൊള്ളാം, നന്നായിരിക്കുന്നു. യെസ്, നല്ല മനുഷ്യരാണ് കേട്ടോ. ഇങ്ങനെ വന്ന് തട്ടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. തൽക്കാലം സ്വയം തട്ടി ആശ്വസിക്കുക. അതെ, ഇങ്ങോട്ട് നോക്കിയേ. നമ്മുടെ മാനസാന്തരം എന്ന് പറയുന്നത് ഒരു നല്ല ഹീബ്രു ഭാഷയിൽ, ഏത് ഭാഷ? ഹീബ്രു ഭാഷയിൽ ഒരു വാക്ക് പഠിക്കാം. ആ വാക്ക് ഇങ്ങനെയാണ് മാനസാന്തരത്തിന് ഉപയോഗിക്കുന്നത്. ഷുബ് എന്നാണ്. ഷുബ് എന്താണ്? ഷിബു അല്ല, ഷുബ്. SHUB, ഷുബ് എന്ന് പറഞ്ഞേ. ഷുബ് അർത്ഥം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശ്രദ്ധിച്ചു പഠിച്ചോണേ. ഇംഗ്ലീഷിൽ ടേൺ ആൻഡ് എഗെയിൻ ടേൺ എന്നാണ് ആ വാക്ക്. തിരിയുക, വീണ്ടും തിരിയുക. വാക്കേതാണ്? ഷുബ്. അർത്ഥം തിരിയുക,
വീണ്ടും തിരിയുക. വാക്കേതാണ്? അതെന്തിനുള്ള വാക്കാണ്? മാനസാന്തരം എന്നുള്ളതിനുള്ള വാക്കാണ്. ഹീബ്രു ഭാഷയാണ്. ചിലർ ചിന്തിക്കുന്നുണ്ട് മലയാളം തന്നെ കഷ്ടിയാ പറയണ, പിന്നെയാണ് ഹീബ്രു. എടാ കുട്ടപ്പ, എടാ നീങ്ങ് വന്നേ, ഓടി വന്നേ, നിന്നിപ്പോൾ ആവശ്യമുണ്ട്, ഓടി വാ, ഇത് കഴിഞ്ഞിട്ട് ഇത് പോവാം, ഓടി വാ, ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാ. അപ്പോൾ നമ്മുടെ ആളാ, ഞാൻ ഇതിനു വേണ്ടി തന്നെ ഇറക്കുമതി ചെയ്തിരിക്കുന്നത്. ഓടി വാ, ഇവിടെ ഒന്ന് നിന്നു. വാക്കേതാണ്? ശുഭ്. അർത്ഥം എന്താണ്? തിരിയുക, വീണ്ടും തിരിയുക. നിന്റെ പേര് സ്റ്റീഫൻ. വീണ്ടും എല്ലാം ശക്തരായ പേരുകളാണ്. സ്റ്റീഫൻ ഇങ്ങോട്ട് കയറുന്നു, മിടുക്കനല്ലേ? ആ ചിരി കണ്ടാൽ അറിയാം അല്ലേ? നല്ല മിടുക്കൻ, ഭാവിയിൽ അച്ഛനാകാനൊക്കെ ആയിരിക്കും അല്ലേ? കണ്ടാ, ഇവിടെയുള്ള എല്ലാ കുഞ്ഞുങ്ങളുടെ മുഖത്തൊരു വൈദികനാകാനുള്ളൊരു ഇതുണ്ടല്ലേ? എല്ലാം നല്ല പിള്ളേർ. നീ കയറുന്നോടെ, പേടിക്കണ്ട. പേടിയുണ്ടോ? സ്റ്റീഫൻ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു? 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. വെരി ഗുഡ് സ്റ്റീഫൻ. ഇപ്പം നമ്മൾ പഠിച്ച വാക്കേതാ? ശുഭ്. അർത്ഥം തിരിയുക, വീണ്ടും തിരിയുക. ദേ സ്റ്റീഫനോട് ഞാൻ പറയുന്നു, സ്റ്റീഫ തിരിയുക. തിരിഞ്ഞ സ്റ്റീഫൻ? അല്ല, ഇവിടും തിരിഞ്ഞു, ഇങ്ങോട്ട് തിരിഞ്ഞു, അതാകുമ്പോൾ എളുപ്പമുണ്ട്. ഇവൻ ഇപ്പം എന്തോരം തിരിഞ്ഞു? പകുതി തിരിഞ്ഞോ? കുറച്ച് തിരിഞ്ഞു. അതിനൊരു കണക്കിലൊന്ന് പറഞ്ഞേ, സ്കൂളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ. 4 ഭാഗം. പറയടാ ജോർജ്, എന്തോരം തിരിഞ്ഞു? ഇപ്പം എന്തോരം തിരിഞ്ഞു? 90. ഇച്ചിരോട്ട് തിരിഞ്ഞ്. ഇപ്പം എന്തോരം തിരിഞ്ഞു? അങ്ങോട്ട് നോക്കിയാൽ മതി. നീ തിരിഞ്ഞോണം, ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. സ്റ്റീഫൻ തിരിഞ്ഞു. ഇപ്പം എന്തോരം തിരിഞ്ഞു? മൊത്തം എത്രയാ? ദേ തിരിഞ്ഞു, അങ്ങോട്ട് കറങ്ങി. ഇപ്പം എത്രയാ? ഇങ്ങോട്ട് കയറുന്നു. മൊത്തം എത്രയാ? ഇങ്ങനെ മൊത്തം കറങ്ങുന്ന എത്രയാ? 360. 360 അല്ലേടാ? 360. ഓക്കെ. അപ്പം ഞാൻ ഇവനോട് പറയുന്നു തിരിയുക. സ്റ്റീഫൻ തിരിഞ്ഞേ, അങ്ങോട്ട് തിരിഞ്ഞു. ഇപ്പം എന്തോരം തിരിഞ്ഞു? 180. 180% തിരിഞ്ഞു. ഓക്കെ. നമ്മൾ പഠിച്ച വാക്കേതാ? ശുഭ്. അർത്ഥം തിരിയുക, വീണ്ടും തിരിയുക. സ്റ്റീഫൻ വീണ്ടും തിരിയുക. ഇപ്പം എത്രയായി? 360. ഓക്കെ. അപ്പൊ സ്റ്റീഫനെ വെച്ച് ഒന്നും കൂടെ കണക്കാക്കുന്നു. സ്റ്റീഫൻ തിരിയുക. എത്ര തിരിഞ്ഞു? 180. വീണ്ടും തിരിയുക. ഇപ്പൊ എത്രയായി? 360. ഓക്കെ. ഇനി നമ്മൾ കൃത്യം പഠിക്കാൻ പോവാണ്. പത്രോസ് പാപം ചെയ്തു, യൂദാസ് പാപം ചെയ്തു. ഓക്കെ. ഇതിലേതാണ് ഗൗരവമുള്ള പാപം? ആലോചിച്ച് മണ്ടത്തരം പറഞ്ഞാൽ സമയമുണ്ട്. പത്രോസ് പാപം ചെയ്തു, യൂദാസ് പാപം ചെയ്തു. സ്റ്റീഫ, ആരാണ് ഗൗരവമുള്ള പാപം ചെയ്തത്? കാരണം ഈശോയെ ഒറ്റിക്കൊടുത്തു. പത്രോസ് എന്തോ ചെയ്തു, തള്ളിപ്പറഞ്ഞു, അത്രേ ഉള്ളൂ. എന്നാലും യൂദാസാണോ പത്രോസാണോ ഗൗരവമുള്ള പാപം ചെയ്തത്? പത്രോസ് ആണ് ഗൗരവമുള്ള പാപം ചെയ്തത് എന്ന അഭിപ്രായമുള്ള വല്ലവരുണ്ടെ കൈപൊക്കാം. കുറച്ച് പേരുണ്ട്, കൊള്ളാം. യൂദാസ് ആണ് പാപം ചെയ്തത് ഗൗരവമുള്ളത്. കുറെ പേര് ഇരിപ്പുണ്ട്. പത്രോസ് ചെയ്താൽ എന്ത്, യൂദാസ് ചെയ്താൽ എന്ത്, എനിക്കിതൊന്നും ബാധകമല്ല, അങ്ങനെ ഇരിക്കുന്ന കുറെ എണ്ണങ്ങളുണ്ട് അല്ലേ? ആയിക്കോട്ടെ. ഈ പത്രോസെ എത്ര പ്രാവശ്യം തള്ളിപ്പറഞ്ഞു? 3 പ്രാവശ്യം. മോശമല്ലേ? പാവ യൂദാസ്, അവൻ വിചാരിച്ചു ഈശോ രക്ഷപ്പെടും. കാരണം ഈശോ പവർഫുൾ അല്ലേ, ഈശോ രക്ഷപ്പെടും, 30 വെള്ളിക്കാശ് കിട്ടിയത് കിട്ടി എന്നൊക്കെ വിചാരിച്ചെന്നൊക്കെ ചിലർ പറയുന്നു. പിന്നെ അത് തന്നെയല്ലെന്നേ, ഈ പത്രോസിനോട് ഈശോ പറഞ്ഞതല്ലേ, എടാ ഈ രാത്രി നീ സൂക്ഷിക്കണം. അത് തന്നെയല്ലെന്നേ, ഈ പത്രോസ് ടീം ലീഡറല്ലേ? ലീഡർ പാപം ചെയ്യുന്നതും ശിഷ്യൻ പാപം ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടോ? എന്ത് വ്യത്യാസം? പറഞ്ഞേ. ഇപ്പൊ ഞാനൊരു പാപം ചെയ്യുന്നു, സ്റ്റീഫൻ അതേ പാപം ചെയ്യുന്നു. ഇതിലേതാ ഗൗരവമുള്ളത്? എല്ലാത്തിനും നല്ല അതിനെക്കുറിച്ച് നല്ല അറിവുണ്ട്. ഇപ്പൊ ഞാനൊരു പാപം ചെയ്യുന്നു, ബിഷപ്പ് ഒരു പാപം ചെയ്യുന്നു, സെയിം പാപം. ആരാ ഗൗരവമുള്ളത്? നിനക്കത് നന്നായിട്ട് അറിയാം. കൊള്ളാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ചെയ്യുന്ന അതേ പാപം തന്നെ സ്റ്റീഫൻ ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ എന്ത് പറയും? പാപം അത് സ്റ്റീഫൻ അല്ലേ? പാപം അച്ഛനല്ല. അച്ഛനിൽ നിന്ന് ഞങ്ങളത് പ്രതീക്ഷിച്ചില്ല. അച്ഛനല്ലേ? അച്ഛനെങ്ങനെ ചെയ്യാവോ? അച്ഛനല്ലേ? അച്ഛനൊരു ധ്യാനകേന്ദ്രത്തിലൊക്കെ അല്ലേ? അച്ഛൻ അങ്ങനെ ചെയ്യാവോ? സ്റ്റീഫൻ പാപം.
പത്രോസ് പാപം ചെയ്തു, യൂദാസ് പാപം ചെയ്തു, ഗൗരവമുള്ളതാ പത്രോസിൻ്റെയാന്ന്. കാരണം അവൻ തെരഞ്ഞെടുക്കപ്പെട്ട ലീഡർ അല്ലേ. ഇനി എൻ്റെ ചോദ്യം, ഈ പത്രോസിൻ്റെയും യൂദാസിൻ്റെയും മാനസാന്തരത്തോട് ബന്ധപ്പെടുത്തിയ യൂദാസിന് എന്തെങ്കിലും മാറ്റം ഉണ്ടായോ? ഇല്ലേ? എന്തെങ്കിലും മാറ്റം ഉണ്ടായോ? എന്തെങ്കിലും മാറ്റം ഉണ്ടായോ? ഉണ്ടായി. യൂദാസിന് മനസ്സിലായി ഞാൻ പാപം ചെയ്തു. ദേ യൂദാസ് നിൽക്കുന്നു. യൂദാസേ, നിനക്ക് മനസ്സിലായി നീ പാപം ചെയ്തു, നിനക്ക് മാറ്റമുണ്ടായി, തിരിയൂ. തിരിഞ്ഞു. അവന് മനസ്സിലായി അവൻ പാപം ചെയ്തു. അവനോട് തന്നെ കുറ്റബോധം തോന്നി, ഞാൻ എൻ്റെ ഗുരുവിനെ ഒറ്റിക്കൊടുത്തു. അയ്യോ. അത് കഴിഞ്ഞിട്ട് അവൻ്റെ ഉള്ളിൽ ആ കുറ്റബോധം വളർന്ന് അവനിലേക്ക് തന്നെ ചിന്തിച്ചപ്പോൾ അവന് മനസ്സിലായി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, ഇനി ഞാൻ ചത്താ മതി. അവൻ വന്ന വഴിക്ക് തിരിച്ചുപോയി ആത്മഹത്യ ചെയ്തു. ഇതാണ് യൂദാസ്. പത്രോസ് നിൽക്കുന്നു. പത്രോസ് നമ്മൾ പഠിച്ച വാക്കേതാ? ശുഭ്, അർത്ഥം തിരിയുക, വീണ്ടും തിരിയുക. പത്രോസ് നിൽക്കുന്നു. പത്രോസിന് മനസ്സിലായി ദൈവമേ ഞാൻ തെറ്റ് ചെയ്തു. പത്രോസിന് മനസ്സിലായതുകൊണ്ട് പത്രോസിന്റെ ഉള്ളിൽ ഒരു മാനസാന്തരം, തിരിയുക. അത് കഴിഞ്ഞിട്ട് പത്രോസ് ആരുടെ മുഖത്തേക്ക് നോക്കി? ഈശോയുടെ മുഖത്തേക്ക് നോക്കി. അവന് മനസ്സിലായി എനിക്ക് തെറ്റുപറ്റി, എൻ്റെ ജീവിതത്തിൽ മാറ്റം വേണം. അവൻ ഈശോയുടെ മുഖത്തേക്ക് നോക്കി. തിരിയുക, വീണ്ടും തിരിയുക. പ്രൈസ് ദി ലോർഡ്. എത്ര ഡിഗ്രി ചേഞ്ച് ആണ്? 360 ഡിഗ്രി ചേഞ്ച്. മാനസാന്തരം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നമ്മളൊക്കെ കുമ്പസാരിക്കുമ്പോൾ എത്ര ഡിഗ്രി മാറ്റം വരുന്നു? ചിലപ്പോൾ 90, 90, ചിലപ്പോൾ 180 വന്നങ്ങോട്ട് നിൽക്കും. അത് കഴിഞ്ഞിട്ടേ എന്ത് സംഭവിക്കുന്നു? ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. മാനസാന്തരം എന്ന് പറയുന്നത് കുറച്ചു മാറ്റമല്ല, മുഴുവൻ മാറ്റമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു മദ്യപാനിയായ ഒരാള് ഇപ്പൊ ധ്യാനം കൂടുവാണെന്ന് വിചാരിച്ചു. ഇത് മദ്യപാനി നിൽക്കുന്നു, കള്ളുകൂടിയനായ സ്റ്റീഫൻ ഇവിടെ നിൽക്കുന്നു. സ്റ്റീഫന് മനസ്സിലായി ദൈവമേ ഇങ്ങനെ പോയാൽ പറ്റൂല, എനിക്കൊരു മാറ്റം വേണം, എൻ്റെ മദ്യപാനം നല്ലതല്ല. ഇവൻ ഇന്ന് കുമ്പസാരിക്കുവാണ്, ഇനി മദ്യപാനം വേണ്ട, തിരിയുക. കള്ളുകൂടിയാ തിരിഞ്ഞു. ഓക്കെ, ഇനി എന്തു ചെയ്യണം? ഇവന് മാനസാന്തരം. ഞാൻ കള്ളുകൂടി നിർത്തി, ഇനി എന്തു വേണം പറഞ്ഞേ? ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവൻ മദ്യപാനം നിർത്തിയത് കൊണ്ട് മാത്രം പ്രശ്നം തീർന്നില്ല. ഇവന്റെ ജീവിതത്തിൽ യഥാർത്ഥ മാനസാന്തരം വേണമെങ്കിൽ ഇവന്റെ ജീവിതത്തിൽ അടുത്തൊരു തിരിച്ചിലുണ്ട്. അത് ഈശോയുടെ മുഖത്തേക്ക് നോക്കണം. ഇക്കാലം അത്രയും മദ്യപാനം വഴി വഴുത്തിയിട്ടുള്ള ദുരന്തങ്ങളുണ്ട്. മദ്യപാനത്തിന് പ്രോത്സാഹിപ്പിച്ച സുഹൃത്തുക്കളുണ്ട്, അന്തരീക്ഷമുണ്ട്. ആ മേഖലയിൽ ഒരു വിശുദ്ധീകരണത്തിന് വേണ്ടി അവൻ പ്രവർത്തിക്കണം, അവൻ പ്രാർത്ഥിക്കണം, അങ്ങനെ ബലപ്പെടണം. വീണ്ടും തിരിയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കൊക്കെ സംഭവിക്കണത് എന്നാന്നറിയോ? നമുക്ക് വലിയ സങ്കടം തോന്നും. അയ്യോ, ഞാൻ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു. ഇപ്പൊ ഉദാഹരണത്തിന് ഇവൻ മൊബൈൽ ഫോണിന് അഡിക്റ്റ് ആയിട്ടുള്ള ഒരുത്തനാന്ന് വിചാരിച്ചോ. മൊബൈൽ ഫോൺ ഇവനല്ല, ഇവൻ തങ്കക്കുടം. പക്ഷെ ചില പിള്ളേരുണ്ട് മൊബൈൽ ഗെയിമിന് അഡിക്ഷൻ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കണ്ണ് തുറക്കുമ്പോൾ തപ്പണത് എന്നതാ? കൊന്തയോ? അല്ലല്ലോ ചേച്ചി, മൊബൈൽ. ആ കട്ടിലെ ഇരുന്നോണ്ട്, അത് തന്നെ ഇരുന്നോണ്ട്, ഇങ്ങനെ ഇരുന്നോണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പം തന്നെ അരമണിക്കൂർ കുത്തിയിരുന്ന് കണ്ണിങ്ങനെ നോക്കി, രാത്രി കിടക്കുമ്പോൾ ഇത് കണ്ടുകൊണ്ട് നോക്കി, കിടക്കുമ്പോൾ കിടന്നുകൊണ്ട് കേട്ട്, അല്ലേ? അങ്ങനെയുള്ള ചില അഡിക്ഷൻ ഉള്ള കുട്ടികളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഒരുത്തനാണെന്ന് വിചാരിക്കും. ഇവൻ അങ്ങനെയല്ല. ഇവൻ സ്റ്റീഫൻ മൊബൈൽ അഡിക്റ്റഡ്. ഇവിടെ വന്ന് ധ്യാനം കൂടുന്നു. വചനം കേട്ടപ്പോൾ മനസ്സിലായി ഇങ്ങനെ പോയാൽ ശരിയാവൂല. ഇവൻ ഇന്ന് കുമ്പസാരിക്കുന്നു. മൊബൈൽ ഗെയിമറായ സ്റ്റീഫൻ കുമ്പസാരിക്കുന്നു. ഇവൻ കുമ്പസാരിച്ചു, കർത്താവേ എൻ്റെ സമയം ഞാൻ വെറുതെ കളഞ്ഞല്ലോ, ഈ മൊബൈൽ ഫോൺ കുത്തി എൻ്റെ ജീവിതം കളഞ്ഞല്ലോ, ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല. ഇനി എന്തു ചെയ്യണം? അതാണ് പ്രധാനപ്പെട്ടത്. അതാണ് നമ്മൾ ചെയ്യാത്തത്. ഇനി ചെയ്യേണ്ട കാര്യം, അവൻ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നതിന് വേണ്ടി കളയുന്ന സമയത്തെ ദൈവകാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം, പഠനത്തിന് വേണ്ടി ഉപയോഗിക്കണം, അവൻ്റെ ജീവിത സാഹചര്യങ്ങൾ ശ്രദ്ധിക്കണം, അവൻ്റെ മൊബൈൽ ഫോണിലുള്ള അനാവശ്യമായ ഗെയിം ആപ്ലിക്കേഷൻ ഡിലീറ്റ് ചെയ്യണം.
എന്നിട്ട് അവൻ വചനം പഠിക്കണം, അവൻ ഈശോയിലേക്ക് തിരിയണം, അവൻ്റെ ജീവിതം പ്രകാശമാകും. തിരിയുക, യേശുവിലേക്ക് തിരിയുമ്പോൾ മാറ്റമുണ്ടാവും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പഠിച്ച വാക്കേതാ? ശുഭ്, അർത്ഥം തിരിയുക, വീണ്ടും തിരിയുക. ഇതാണ് യഥാർത്ഥത്തിലുള്ള മാനസാന്തരം. വെറുതെ കടത്ത് കഴിക്കുന്ന കുമ്പസാരമല്ല, യഥാർത്ഥത്തിൽ സ്വഭാവത്തിൽ അടിമുടി മാറ്റം. നമ്മുടെ സ്റ്റീഫൻ കുട്ടന് നല്ലൊരു കയ്യടി കൊടുത്തോ? പോയിരുന്നു.